എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഒരു ഓൺലൈൻ ഗാന്ധി ക്വിസ് മത്സരം നടത്തുന്നുണ്ട്. വിജയികളെ കാത്തിരിക്കുന്നത് നല്ല അടിപൊളി സമ്മാനങ്ങളാണ്. മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് ഇത്രമാത്രം: തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗാന്ധി ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്കായി 2 ബോണസ് ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ബോണസ് ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരങ്ങൾ ആദ്യം കമന്റ് ചെയ്യുന്നവരെ ആയിരിക്കും അടുത്ത വീഡിയോയിൽ വിന്നറായിട്ട് പ്രഖ്യാപിക്കുക. ശരി ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരിന്റെ കൂടെ നിങ്ങളുടെ സ്കൂളിന്റെ പേര് കൂടെ ടൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഗാന്ധി ക്വിസിലെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യങ്ങളിലെ ഉത്തരങ്ങൾ ഇവയാണ്. മയ്യഴി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? IK കുമാരൻ മാസ്റ്റർ. രണ്ടാമത്തെ ചോദ്യം: ഗാന്ധി സമാധാന പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആര്? ജൂലിയസ് നരേര. കഴിഞ്ഞ വീഡിയോയിലെ ഗാന്ധി ക്വിസ് മത്സരത്തിലെ വിജയികൾ: ആദിദേവ് AG GUPS ഉണ്ണിക്കുളം, അമൽ കൃഷ്ണ SSM UP സ്കൂൾ, കീർത്തി ഗവൺമെന്റ് UP സ്കൂൾ കുരീപ്പുഴ, ആൻമരിയ U പ്രസാദ് ഹോളി ഹോസ്റ്റ് GHSS സ്കൂൾ, തനിഷ്ക അനിൽ സേക്രഡ് ഹാർട്ട്സ് തലശ്ശേരി. നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുമ്പോൾ ഗാന്ധിജിയുടെ പ്രായം എത്രയാണ്? 13. ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷം ഏത്? 1925. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? 1917 ഏപ്രിൽ 15. ഗാന്ധിജിയുടെ സമരമാർഗം എന്താണ്? സത്യാഗ്രഹം. ഗാന്ധി സിനിമ ഏതു വർഷമാണ് ഓസ്കാർ അവാർഡ് നേടിയത്? 1982. ഒക്ടോബർ 2 ചരമദിനമായി ആചരിക്കുന്ന ലോകപ്രശസ്തനായ മലയാളി ആര്? രാജാ രവിവർമ്മ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹ സമരം ഏതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരം. അത് 1918 ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ജോർജ് ഇരുമ്പയ. വർണ്ണവിവേചനത്തിനെതിരെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ ഗാന്ധിജിയുടെ പ്രേരണയാൽ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് പൊതുവെ പറയുന്ന പേര് എന്താണ്? പാസീവ് റെസിസ്റ്റേഴ്സ്. ഗാന്ധിജി ചർക്ക തിരിക്കുന്ന വിഖ്യാതമായ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ ആര്? മാർഗരറ്റ് ബുർക്കെ വൈറ്റ്. ഗാന്ധിജിയെ ഭയമില്ലാത്ത മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബാബ ആംദെ. ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്ന തീയതി ഏത്? ജനുവരി 9. ഓസ്കാർ അവാർഡുകൾ ലഭിച്ച ഗാന്ധി എന്ന സിനിമയിൽ ഗാന്ധിയായി അഭിനയിച്ചത് ആര്? ബെൻ കിങ്സ്ലി. ഓസ്കാർ അവാർഡുകൾ ലഭിച്ച ഗാന്ധി എന്ന സിനിമയിൽ ജിന്നയായി അഭിനയിച്ചത് ആര്? അലിക് പദംസി. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിന്റെ പേരിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷന്റെ പേര്? പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത്? രണ്ടാം വട്ടമേശ സമ്മേളനം. വട്ടമേശ സമ്മേളനത്തിന് ഗാന്ധിജിയൊപ്പം കൊണ്ടുപോയ മൃഗം ഏത്? ആട്. മൈ ലിറ്റിൽ ഡിറ്റക്ടർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? തന്റെ തൂക്ക് ഘടികാരത്തെ. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമചന്ദ്രന്റെ ലങ്കായാത്രയോട് ഉപമിച്ച ഇന്ത്യയിലെ പ്രമുഖനായ നേതാവ് ആരായിരുന്നു? മോട്ടിലാൽ നെഹ്റു. ഗാന്ധിജി കണ്ട സിനിമകളുടെ പേര് എന്താണ്? മിഷൻ ടു മോസ്കോ, രാമരാജ്യം. ഗാന്ധിജിയുടെ പേരിലുള്ള 2 ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ ഉണ്ട്. അതിലൊന്ന് ഒഡീഷയിലെ സാമ്പൽപൂരാണ്. രണ്ടാമത്തെ ക്ഷേത്രം എവിടെയാണ്? ചിക്കമംഗ്ലൂർ. ഗാന്ധിജിയുടെ ജോഹന്നാസ്ബർഗിലുള്ള വീട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദി ക്രാൽ. അതിന്റെ അർത്ഥം സത്യാഗ്രഹ ഭവനം എന്നാണ്. ഗാന്ധിജിയുടെ മരണത്തിൽ മനംനൊന്ത് വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച കാവ്യത്തിന്റെ പേരെന്ത്? ബാബുജി. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത് ഏതു വർഷമാണ്? 1934. ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ച വർഷം? 1887.
ഗാന്ധിജി ചർക്കത്തിരിക്കുന്ന വിഖ്യാതമായ ഫോട്ടോ എടുത്തത് ആരായിരുന്നു? മാർഗരറ്റ് ബുർക്കെ വൈറ്റ്. ഗാന്ധിജി എത്ര വർഷം ദക്ഷിണാഫ്രിക്കയിൽ ജീവിച്ചു? 21 വർഷം. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്? 249 ദിവസം. എന്നാൽ ഇന്ത്യയിൽ 2089 ദിവസം ഗാന്ധിജി ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ 2338 ദിവസം ഗാന്ധിജി ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഗാന്ധിജി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ്? 1931. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏത്? ട്രാൻസ്വാൾ സത്യാഗ്രഹം. അത് 1906-ലാണ്. ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചിരുന്ന ജയിൽ ഏത്? ആഗാഖാൻ കൊട്ടാരം. ഗാന്ധിജി ടർബനിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ഫീനിക്സ് സെറ്റിൽമെന്റ്. ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതവ്രതമായി സ്വീകരിച്ച വർഷം ഏത്? 1906. ഗാന്ധിജി രൂപം കൊടുത്ത ആദ്യത്തെ സംഘടന ഏത്? വെജിറ്റേറിയൻ ക്ലബ്. ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജി താമസിച്ച വീടിന്റെ പേര് എന്തായിരുന്നു? ദിക്രാൽ. ലണ്ടനിൽ നടന്ന 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകൻ ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യ. ഗാന്ധിജിക്ക് ടോൾസ്റ്റോയി ഫാം തുടങ്ങാൻ സ്ഥലം സംഭാവന ചെയ്തത് ആര്? ഹെർമൻ കല്ലൻബാഷ്. ഗാന്ധിജി എവിടെ വെച്ചായിരുന്നു ആത്മകഥ എഴുതിയത്? യർവാദ ജയിൽ. അത് എന്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് ഗ്രന്ഥത്തെയാണ്? ഭഗവത്ഗീത. ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏതു വർഷം? 1933. 1969 ഗാന്ധിജിയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് ആരംഭിച്ച വിദ്യാർത്ഥികൾക്കായുള്ള സാമൂഹ്യ പ്രസ്ഥാനം ഏത്? നാഷണൽ സർവീസ് സ്കീം. ഗാന്ധിജിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തി ആര്? മഹാദേവ ദേശായി. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എത്രാമത്തെ കേരള സന്ദർശനത്തെ ആയിരുന്നു? 5ാം കേരള സന്ദർശനത്തെ. നോബൽ സമ്മാനത്തിന് ആദ്യമായി ഗാന്ധിജിയെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ഏത്? 1937. ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിലെ ഗോശാലയുടെ മാനേജറായി സേവനമനുഷ്ഠിച്ച മലയാളി ആര്? ടി ടൈറ്റസ്. 1893 ഏത് സ്ഥാപനത്തിന്റെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്? ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി തന്നെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ചത് എന്തിനെ? ദക്ഷിണാഫ്രിക്കയെ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന കാലഘട്ടം ഏത്? 1869 മുതൽ 1923 വരെ. 50ാമത് ചോദ്യം. ഗാന്ധിജിയുടെ ആത്മകഥ പരമ്പരയായി 1925-28 കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച വാരിക ഏത്? നവജീവൻ. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? മഹാദേവ ദേശായി. ഗാന്ധിജിയെ വധിക്കാൻ നാഥുറാം വിനായക് ഗോഡ്സെ ഉപയോഗിച്ച തോക്ക് ഏതാണ്? ഇറ്റാലിയൻ ബരീറ്റ പിസ്റ്റൾ. ഗാന്ധി ആശ്രമം, ഹരിജൻ ആശ്രമം, സത്യാഗ്രഹ ആശ്രമം എന്നീ പേരുകളുള്ള ആശ്രമം ഏത്? സബർമതി ആശ്രമം. ഗാന്ധിജി അന്തരിച്ചത് ഏത് ദിവസമാണ്? വെള്ളിയാഴ്ച. ഗാന്ധിജി അന്തരിച്ച സമയം ഏതാണ്? വൈകുന്നേരം 5:17. ഞാൻ പോയാൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കും എന്നെനിക്കറിയാം. 1941 ജനുവരി 15 AICCക്ക് മുമ്പാകെ ഗാന്ധിജി പ്രസംഗിച്ചത് ആരെ ഉദ്ദേശിച്ചാണ്? ജവഹർലാൽ നെഹ്റു. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. ആരെയാണ് ഗാന്ധിജി ഇതിനായി ആദ്യമായി തിരഞ്ഞെടുത്തത്? വിനോബ ഭാവെ. 1944 ഗാന്ധിജിയെ അപായപ്പെടുത്താൻ ഗോഡ്സെയും സംഘവും ശ്രമിച്ചത് എവിടെ വെച്ച്? പഞ്ചഗ്നി. മഹാദേവ് ദേശായിയുടെ ഡയറിക്കുറിപ്പുകളിൽ ഗാന്ധിജിയോടൊപ്പം ഉള്ള കാലം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഡേ ടു ഡേ വിത്ത് ഗാന്ധി. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ആദ്യ സന്ദർശനം എന്നായിരുന്നു? ഗാന്ധിജി 5 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്.
ആദ്യത്തെ സന്ദർശനം എന്ന് പറയുന്നത് 1920 ആഗസ്റ്റ് 18 ഖിലാഫത്ത് സമരത്തിന്റെ പ്രചാരണാർത്ഥമായിരുന്നു. ആദ്യമായിട്ട് എത്തിയത് കോഴിക്കോട്ടായിരുന്നു. ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത് എന്നാണ്? 1922 ജയിൽവാസത്തിനിടയിൽ. ഇനി നമുക്ക് ബോണസ് ചോദ്യങ്ങളിലേക്ക് പോയാലോ. ഒന്നാമത്തെ ചോദ്യം, തന്റെ ദർശനങ്ങളെപ്പറ്റി ഗാന്ധിജി പുസ്തക രൂപത്തിൽ എഴുതിയ ഏക ഗ്രന്ഥം ഏത്? രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ 2 നാടകങ്ങൾ ഏതെല്ലാമായിരിക്കും? ഉത്തരം അറിയുന്ന കൂട്ടുകാർ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും പേരിന്റെ കൂടെ നിങ്ങളുടെ സ്കൂളും കൂടെ രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? താങ്ക്